കാലവർഷം ആരംഭിച്ചെങ്കിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ ഒരുപോലെ ലഭിച്ചില്ല. ഇതുവരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. ജൂൺ രണ്ടാം പകുതിയിലും ജൂലൈ മാസത്തിലും മഴക്കുറവ് തുടരുകയാണെങ്കിൽ ജലസംഭരണ മേഖലകളിൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ആശ്വാസം. കേരളത്തിൽ മഴ തിരികെ എത്തിയിരിക്കുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ മഴ തുടരാനുള്ള സാധ്യത കുറവാണെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. കാരണം ലക്ഷദ്വീപിലെ കവരത്തി മുതൽ കേരള തീരം വരെ മേഘങ്ങൾ കടലിന് മുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ മഴ ലഭിക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത്. എന്നാൽ എത്ര നാൾ ഇത്തരത്തിൽ മഴ ലഭിക്കുമെന്നും കൃത്യമായി റിപ്പോർട്ടുകളില്ല. എറണാകുളം, കോട്ടയം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഇപ്പോൾ മഴ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ട്. തീരദേശത്തും ചില മേഖലകളിൽ കിഴക്കൻ മേഖലകളിലും മഴ കുറവാണെന്നും പറയുന്നു. ഇപ്പോൾ ലഭിക്കുന്ന മഴ താൽക്കാലികമാകാനാണ് സാധ്യതയെന്നും പറയുന്നുണ്ട്. മഴയിൽ വരും ദിവസങ്ങളിലും കുറവ് രേഖപ്പെടുത്തുമെന്നാണ് കണക്കുകൂട്ടൽ. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മുതൽ അറബിക്കടൽ വരെ കേരളത്തിന്റെ മുകളിലൂടെ കടന്നുപോകുന്ന ന്യൂനമർദ്ദ പാത്തി മഴയെ സ്വാധീനിക്കുന്നുണ്ട്. കൂടാതെ ആന്ധ്രാപ്രദേശിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് കാരണവും കേരളത്തിലും തമിഴ്നാട്ടിലും മഴ സാധ്യത ഇന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം ജൂൺ ആദ്യ പകുതി പിന്നിടുമ്പോൾ കേരളത്തിൽ 10% മഴക്കുറവുള്ളത്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയിട്ടും വലിയ തോതിൽ മഴ ലഭിച്ചില്ലെന്നാണ് കണക്കുകൾ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പറയുന്നതനുസരിച്ച് ജൂൺ 1 മുതൽ 16 വരെ കേരളത്തിൽ ലഭിച്ചത് 287.2 മില്ലിമീറ്റർ മഴ മാത്രമാണ്. സാധാരണ ലഭിക്കേണ്ടത് 320.3 മില്ലിമീറ്റർ ആയിരുന്നു. എന്നിരുന്നാലും സംസ്ഥാനത്തിന്റെ മൊത്തം മഴനില സാധാരണ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ചില ജില്ലകളിൽ മാത്രമാണ് മഴ കൂടുതൽ ലഭിച്ചത്. എന്നാൽ ഒരുപോലെ മഴ ലഭിച്ചിട്ടില്ല സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലുമെന്നാണ് കണക്കുകൂട്ടൽ. തിരുവനന്തപുരം, മലപ്പുറം, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിലാണ് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 261 മില്ലിമീറ്റർ മഴ ലഭിച്ചു. അതേസമയം മലപ്പുറത്ത് 344.2 മില്ലിമീറ്റർ മഴയും കോഴിക്കോട് ജില്ലയിൽ 442.4 മില്ലിമീറ്റർ മഴയും ലഭിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. മറ്റ് ജില്ലകളിൽ 3% മുതൽ 42% വരെ മഴയുടെ കുറവാണ് രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് കോട്ടയം, എറണാകുളം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ മഴക്കുറവാണ് രേഖപ്പെടുത്തുന്നത്. അതേസമയം കാസർഗോഡ്, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ വലിയ തോതിലാണ് മഴ കുറവ് രേഖപ്പെടുത്തുന്നത്. ഇടുക്കിയിൽ 32% മഴക്കുറവാണ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും വലിയ അണക്കെട്ടുകളും സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിൽ 32% മഴക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വലിയ തോതിലാണ് ആശങ്ക ഉണർത്തുന്നത്. എന്നാൽ കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തെക്കൻ ജില്ലകൾക്ക് കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മധ്യവടക്കൻ മലനിര മേഖലകളിൽ മഴ താരതമ്യേന കുറവായിരുന്നുവെന്നും പറയുന്നു. ജൂൺ രണ്ടാം പകുതിയിലും ജൂലൈ മാസത്തിലും ലഭിക്കുന്ന മഴയാണ് സംസ്ഥാനത്തെ ജലലഭ്യതയും അണക്കെട്ടുകളിലെ സംഭരണവും കാർഷിക മേഖലയിലെ സാഹചര്യവുമെല്ലാം നിർണ്ണയിക്കുക. അതിനാൽ മഴക്കുറവ് തുടരുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധികൾക്കും കാരണമായേക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.